ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരാഴ്ചയ്ക്കകം വിൽക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിൽ പല മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് മലയാള മനോരമ ദിനപത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. വിദേശ മലയാളി സംരംഭകൻ ഉൾപ്പെടുന്ന കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങുന്നത്. 120 കോടി രൂപയ്ക്കാണ് വാങ്ങുന്നത് എന്നാണ് വിവരം എന്നും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ISLന്റെ നിലവിലെ മുതലാളിമാരായ നിലവിലെ ഉടമകളായ മാഗ്നം സ്പോർട്സ് 150 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ 150 കോടി രൂപ വേണം എന്നാണ് മാഗ്നം ആവശ്യപ്പെട്ടിരുന്നത്. അത് അവസാനം ചർച്ചകൾക്കൊടുവിൽ 120 കോടിയിലെത്തി തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് മനോരമ നൽകുന്നത്. മനോരമയുടെ വാർത്തയിലേക്ക് നമ്മളൊന്ന് പോയാൽ, വിദേശ മലയാളി സംരംഭകൻ ഉൾപ്പെടുന്ന കൺസോർഷ്യം ISL ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ വാങ്ങാൻ ധാരണയിലെത്തിയതായി സൂചന. 120 കോടിയോളം രൂപയാണ് ബ്ലാസ്റ്റേഴ്സിന് വിലയിട്ടതെന്നാണ് വിവരം. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ നടപടികൾ ഉണ്ടാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ ഓഹരികളും വിൽക്കാൻ ഉടമകളായ മാഗ്നം സ്പോർട്സ് തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ മാത്രം 30 കോടിയുടെ നഷ്ടമാണ് ക്ലബ്ബ് നേരിട്ടത്. ക്ലബ്ബ് വിൽക്കാൻ 150 കോടി രൂപയാണ് മാഗ്നം ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അത്രയും തുക ചെലവിടാൻ ആരും തയ്യാറായിരുന്നില്ല. നേരത്തെ മറ്റു ചില വിദേശ മലയാളി സംരംഭകരും ഒക്കെ രംഗത്തുണ്ടായിരുന്നു. അവർ ഇത്രയും കാശ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരൊക്കെ പിൻവാങ്ങിയത്. ഹൈദരാബാദ് ആസ്ഥാനമായ മാഗ്നം സ്പോർട്സിൽ ചെയർമാൻ നിഖിൽ ബി നിമ്മഗദ്ദയ്ക്കും തെലുങ്കു സൂപ്പർ സ്റ്റാർ, അതായത് നടൻ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർക്കും ഓഹരിയുണ്ട്. ഇപ്പോഴത്തെ മാഗ്നം സ്പോർട്സിൽ ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർക്ക് ഓഹരിയുണ്ട്. വിൽപ്പന നടന്നാൽ ടീം ഉടമകളിൽ ഒരു മലയാളി കൂടി ഉണ്ടാകുമെന്നതാണ് സൂചന. അതായത് ഒരു മലയാളി വിൽപ്പന നടന്നാൽ ഈ പുതിയ ഉടമകളിൽ ഒരു മലയാളി കൂടി ഉണ്ടാകുമെന്നാണ് സൂചന എന്ന് പറയുന്നുണ്ട്. ആ സൂചനയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചില സാമൂഹിക മാധ്യമങ്ങളിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് ഇതാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി യൂസഫ് അലിയുടെ മകളുടെ ഭർത്താവ് ഷംഷീർ വയലിൽ എന്നൊരു വാർത്തയാണ് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലുലു ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള യൂസഫ് അലിയുടെ മകളുടെ ഭർത്താവ് ഷംഷീർ വയലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങി എന്നൊരു വാർത്ത ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മനോരമയുടെ വാർത്തയിലെ സൂചന ഒരു മലയാളി കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, വിദേശ മലയാളി സംരംഭം കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അത് ഷംഷീർ വയലിലാണോ? ഈ പ്രചരിക്കുന്ന വാർത്തകൾ ശരിയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെയുള്ള സംശയം തീർച്ചയായിട്ടും അത് ആ സംശയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് മനോരമയുടെ റിപ്പോർട്ട്. ഈ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കൂടി ഒന്ന് വായിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഉടമസ്ഥാവകാശത്തിൽ നിർണായക മാറ്റം. ക്ലബിന്റെ പ്രധാന ഓഹരി ഉടമകളായ മാഗ്നം സ്പോർട്സ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പൂർണ്ണമായും ഒഴിയുന്നു. പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ മരുമകനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ, അതായത് വലിയ ഹെൽത്ത് കെയർ രംഗത്ത് വലിയ മുതൽ മുടക്കുള്ള ഒരാളാണ് ഷംഷീർ. VPS ഹെൽത്ത് കെയർ ഒക്കെ, VPS ലേക്ക് ഷോറൊക്കെ, കൊച്ചിയിലെ ലേക്ക് ഷോറൊക്കെ ഡോക്ടർ ഷംഷീറിൻ്റെയാണ്. ഷംഷീർ വയലിൽ നേതൃത്വം നൽകുന്ന VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ നിക്ഷേപകർ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തയിൽ പറയുന്നത്. ഒപ്പം പറയുന്നത്, ഹൈദരാബാദിൽ വെച്ച് അന്തിമ കരാർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അതായത് ഹൈദരാബാദിൽ വെച്ചിട്ട് ഇതിൻ്റെ പൂർണ്ണമായ നടപടിക്രമങ്ങൾ കഴിഞ്ഞു എന്നും ഈ സോഷ്യൽ മീഡിയ വാർത്തയിൽ പറയുന്നുണ്ട്. ആദ്യ ഗഡു തുക എത്തുന്നതോടെ, അതായത് ആദ്യ ഗഡു മാഗ്നം സ്പോർട്സിന് ഈ വാങ്ങുന്നതിൻ്റെ ഭാഗമായ 120 കോടിയുടെ ഭാഗമായ ആദ്യ ഗഡു കൊടുക്കുന്നതോടുകൂടി പുതിയ നിക്ഷേപരെക്കുറിച്ച് മാനേജ്മെൻറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും. അതായത് ആദ്യ ഗഡു അടയ്ക്കുന്നതിനോട് തുടർന്ന് ആദ്യ ഗഡു അടച്ച ഉടനെ തന്നെ പുതിയ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വാർത്തയിൽ പറയുന്നത്. മനോരമയുടെ വാർത്തയിൽ പറയുന്നുണ്ട് ഒരു മലയാളി സംരംഭകൻ ഇതിലുണ്ടെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഡോക്ടർ ഷംഷീർ വയലിലാണ് അത് എന്ന സൂചന നൽകിക്കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ലുലു ഗ്രൂപ്പിൻ്റെ ഷംഷീർ വയലിൽ, VPS ഹെൽത്ത് കെയറിൻ്റെ ഷംഷീർ വയലിൽ ഈ ടീമിലുണ്ടോ? ഈ ഉടമകളുടെ ടീമിലുണ്ടോ? അവരാണോ ഇത് വാങ്ങുന്നത് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി മാനേജ്മെൻറ്റ് അറിയിക്കുമ്പോഴാണ് അറിയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരാഴ്ചക്കകം ഈ വിൽപ്പന നടപടികൾ പൂർണ്ണമായും പൂർത്തിയാകും. ഒരാഴ്ചക്കകം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഉടമസ്ഥരുടെ കീഴിലേക്ക് വരും.
ഇനി മറ്റൊന്നറിയാനുള്ളത് വരുന്ന ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമോ എന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിന്നെ ISL ഈ വർഷത്തെ ISL ഉണ്ടാകുമോ എന്നതാണ്. അത് പുതിയ ഉടമകൾ വരുമ്പോൾ ISL സ്വാഭാവികമായിട്ടും അവർ ഒരു വർഷം പാഴാക്കാൻ ആഗ്രഹിക്കില്ല. ഈ വർഷത്തെ ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരാഴ്ചക്കകം ഈ വിൽപ്പന നടക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് കുറച്ച് സമയമേ ഉള്ളെങ്കിലും അതിനകം ഇവരെല്ലാം വലിയ സമ്പന്നർ കൂടി ആയതുകൊണ്ട് അതിനുള്ള ഒരുക്കുമാനങ്ങൾ നടത്താൻ അവർക്ക് കഴിയും. അപ്പോൾ എന്തായാലും ഒരു സീസൺ വെറുതെ കളയില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ISL തീർച്ചയായിട്ടും ഒരു സീസൺ നഷ്ടപ്പെടുത്തുമ്പോൾ അത്രയും നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പുതിയ ഉടമകൾ തയ്യാറാകില്ല എന്ന് നമുക്ക് കരുതാം. അതിനിടയ്ക്ക് വരുന്ന മറ്റൊരു വാർത്ത ജംഷഡ്പൂർ FC ISL വിട്ടു എന്നുള്ളതാണ്. അവർ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ജംഷഡ്പൂർ FC അടുത്ത സീസൺ മുതൽ ISL കളിക്കുന്നില്ലെന്നും ഗ്രാസ് റൂട്ട് ലെവൽ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജീവമായി രംഗത്തുണ്ടാകുമെന്നും സമൂഹ മാധ്യമത്തിലൂടെ ക്ലബ്ബ് അറിയിച്ചു. അപ്പോൾ ജംഷഡ്പൂർ FC ISL-ൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഡ്യൂറൻ കപ്പ് ഫുട്ബോളിലും ജംഷഡ്പൂർ ടീം പങ്കെടുക്കുന്നില്ല. അപ്പോൾ എല്ലാ കളിക്കാരെയും ജംഷഡ്പൂർ FC നേരത്തെ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഈ ISL-ൽ പങ്കെടുക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ അവർ തീരുമാനിച്ചിരിക്കണം. 2017-18 സീസണിൽ ബംഗളൂരു FCക്കൊപ്പം ISL-ലേക്ക് വന്ന ജംഷഡ്പൂർ 2022 സീസണിൽ ചാമ്പ്യന്മാരായിരുന്നു. 2022 സീസണിൽ ചാമ്പ്യന്മാരായ ജംഷഡ്പൂർ FC ISL-ൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഈ അടുത്ത ISL-ൽ പങ്കെടുക്കുന്നില്ല എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ISL-ൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ ഉടമകൾ വരും. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം നിർഭാഗ്യകരമായ ഈ വാർത്ത കൂടി, അതായത് ജംഷഡ്പൂർ FC പിൻവാങ്ങിയിരിക്കുന്നു ISL-ൽ നിന്നാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പടയുടെ ആരാധകർക്ക്, മഞ്ഞപ്പട എന്ന പേരിലുള്ള പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുതിയ ഉടമകൾ വരുന്നു എന്നുള്ളത്. അവർ ISL-ൽ നിലനിൽക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് ISL-ൽ നിലനിൽക്കും എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും സന്തോഷിക്കാം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ.